ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോണിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രെഡ് പുഡിങ്ങിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഇപ്പം ബ്രെഡ് പുഡിംഗ് ആണെന്ന് പറഞ്ഞാലും ഇതിൽ കസ്റ്റാർഡും കൂടി ചേർത്താണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ 4 ബ്രെഡ് പീസാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. നമുക്ക് ആ വൈറ്റ് പാർട്ട് മാത്രം മതി നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതൊന്ന് ചെറിയ പീസാക്കി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ബ്രെഡൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ സമയത്ത് തന്നെ നമ്മൾ പുഡിങ്ങിനായിട്ടുള്ളൊരു പാത്രം റെഡിയാക്കി വെക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ നല്ലൊരു സ്റ്റീൽ പാത്രം, നല്ലൊരു ബൗളോട് കൂടിയ ടൈപ്പിലുള്ള നല്ലൊരു സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അത് വേണേലും മതി. കാരണം എല്ലാവരുടെയും കൈകളിൽ ഇത് പോണക്കത്തെ കേക്ക് മോൾഡുകൾ ഉണ്ടാവണമെന്നില്ല. അപ്പം ഞാനിവിടെ അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിലുള്ള 6 ഇഞ്ചിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ അതെടുക്കുക. അപ്പോൾ ഞാനിപ്പം ഈ ഒരു പാത്രത്തിലാണ് ഞാൻ വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു പാനും കൂടെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചേക്കാം. കാരണം നമ്മളിനിയിപ്പം ഷുഗർ ക്യാരമലൈസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഷുഗർ ക്യാരമലൈസ് ചെയ്ത ഉടനെ നമ്മൾ ഈ മോൾഡിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഷുഗർ ക്യാരമലൈസ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഷുഗർ ക്യാരമലൈസ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് 1/4 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കരുത്. നമ്മളൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നന്നായിട്ട് കാരമലൈസ്ഡ് ആയി കിട്ടത്തില്ല. ഇതൊന്ന് ബ്രൗൺ കളറായി വരുന്നതും വരെ വെയിറ്റ് ചെയ്യാം. ഇത് കാരമലൈസ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മൊത്തം ഒന്ന് കാരമലൈസ്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കാം എല്ലാ സൈഡിലേക്കും ഒന്ന് ആയി കിട്ടാനായിട്ട്. പെട്ടെന്ന് തന്നെ അങ്ങനെ ഉറച്ചിരിക്കും. കാരണം ഇത് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കാതാണ് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി കസ്റ്റാർഡ് പൗഡറാണ് വേണ്ടത്. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഈ 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ആ ഒട്ടും ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. വേറൊരു പാത്രത്തിലേക്ക് പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പാല് തിളപ്പിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഈ ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ പാല് നന്നായിട്ട് തിളച്ച് വരണം. ഈ പാലിലേക്ക് ഇനി 1/2 കപ്പ് ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് അതിലേക്ക് ഒഴിക്കുന്നതിന് മുൻപ് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. കാരണം അല്ലെന്നുണ്ടെങ്കിൽ അടിയിലിങ്ങനെ കട്ടിയായിട്ടിരിക്കും. നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി. കാരണം നമ്മളിത് കസ്റ്റാർഡ് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് അങ്ങ് അല്ലെങ്കിൽ കട്ടയായി പോകത്ത്. അപ്പോൾ കട്ട പിടിക്കാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊഴിച്ച് മിക്സ് ചെയ്യുക. ഇതിനൊരു അല്പം ഒന്ന് കുറുകി വരണം. അതുവരെ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ഒരു ഇതിപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കുറുകി വരും. ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേക്കും ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് നന്നായിട്ട് കുറച്ച് വെക്കണം. അതിനുശേഷം ബ്രെഡ് ക്രംസ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മൊത്തം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഈ സമയത്ത് നമ്മൾ വെള്ളം ചൂടാക്കാനായിട്ട് വെക്കണം. ഇതിൽ ഓവനൊന്നും ഉപയോഗിക്കുന്നില്ല. വെള്ളത്തിൽ സ്റ്റാൻഡ് ഇറക്കി വെച്ചതിന് ശേഷം അതിന് മുകളിൽ വെച്ചാണ് ഈ പുഡിംഗ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമയത്ത് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക. അപ്പോൾ ഞാൻ വെള്ളത്തിലേക്ക് ഈ ഒരു സ്റ്റാൻഡ് കൂടി ഇറക്കി വെക്കുന്നുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു സ്പാച്ചിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പമാണ് നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം
ഇതൊരു ഫോയിൽ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ആവി തട്ടിയുള്ള വെള്ളം അകത്തേക്ക് കയറാത്ത രീതിക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഹാർട്ട് ഷേപ്പും കേക്ക് മോൾഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് വലിയ പാത്രം വേണ്ടി വന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രം എടുത്തിരിക്കുന്നത്. ഒരു 15 മിനിറ്റ് മതി നമ്മുടെ ബ്രെഡ് പുഡിംഗ് റെഡിയായി കിട്ടാനായിട്ട്. കാരണം ഇത് പരന്ന പാത്രം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ കേക്ക് മോൾഡ് പരന്നതായതുകൊണ്ട് ഒരുപാട് സമയം വേണ്ട. 15 മിനിറ്റ് മാക്സിമം 20 മിനിറ്റ് സമയം എടുക്കത്തുള്ളൂ. അപ്പോൾ ഇത് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള പാത്രങ്ങളിലെല്ലാം സാധാരണ കുക്കിംഗ് ബോർഡിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്ലാസ് അടപ്പാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കവർ ചെയ്തെടുത്ത് ആ ഗ്ലാസ് അടപ്പിൻ്റെ ഹോളൊന്ന് അടച്ചു വെച്ചതിന് ശേഷം വേണം ഇതുപോലെ അടച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കി എടുക്കുന്ന രീതിക്ക് ഒന്ന് അടച്ചു കൊടുക്കണം. അതല്ല നമ്മൾ സാധാരണ 6 ഇഞ്ചിൻ്റെ റൗണ്ട് പാൻ ആണെന്നുണ്ടെങ്കിൽ അതിനാകുമ്പോൾ കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അതൊരു 30 മിനിറ്റ് ഒക്കെ എടുക്കും ബേക്കായി കിട്ടാനായിട്ട്. അപ്പോൾ ഇതിലൊരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് വാങ്ങി വെക്കുകയാണ്. ഇനി ഇത് ഒരു റൂം ടെമ്പറേച്ചറിൽ 1 മണിക്കൂർ നേരം വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് തണുക്കാനായിട്ടും കൂടി വെക്കണം. ഇപ്പോൾ ഇത് തുറന്നു നോക്കാം. ഇപ്പോൾ 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. Thank you for watching. Bye.